ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. എന്നവൻ്റെ തെങ്കാശിയിലായാലും മതി എന്നായി അവസാനം. തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ. വലിയ ആവശ്യമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടെ നിന്നൊക്കെ അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോൾ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും പ്രകടന പത്രിക മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇറക്കിയ പുസ്തകത്തിൽ 99% 100% കാര്യങ്ങളും സാധിച്ചത് ഈ രണ്ട് പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കാം. ഒന്നാം പിണറായി സർക്കാരിനെ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക, രണ്ടാം പിണറായി സർക്കാരിന് ഇടയ്ക്കിയ പ്രകടന പത്രിക, ഇപ്പം നിലവിലുള്ളത്. അതിൽ 98% കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത രണ്ട് പ്രകടന പത്രികയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കോമഡിയല്ലേ നമ്മളെ സംബന്ധിച്ച്. ഇലക്ഷൻ വന്നപ്പോൾ പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുളു അടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്.